അപ്പോൾ പുറത്ത് പോയി പഠിക്കുമ്പോൾ അറിയാത്തൊരു സ്ഥലം, ഞാൻ അവിടെ എങ്ങനെ നടന്നു ചിലപ്പോൾ എൻ്റെ അപ്പ അറിയില്ല, എൻ്റെ അമ്മ അറിയില്ല. ഒരു ഫ്രീ വില്ല് കിട്ടിയ പോലെയാണ്, എങ്ങനെ നമുക്ക് നടക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ കൺസേൺ ആയത് ഞാൻ തന്നെയാണ്. ഞാൻ ഹൈദരാബാദിലേക്ക് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പഠിച്ചവനോട് കൂടുതൽ പ്രാർത്ഥിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, എൻ്റെ ഹൃദയത്തെ നീ മാറ്റി മറിക്കരുതേ എന്ന് പഠിച്ചോണ്ട് ഞാൻ കുറേ തവണ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല കൂട്ടുകെട്ടുള്ള റബ്ബ് എനിക്ക് തരണേത് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചൊരു കാര്യമായിരുന്നു. നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ എത്തിയപ്പോൾ മനസ്സിലായത്. അപ്പോൾ സുഹാന ഇപ്പം ഇഫ്ലു പോലുള്ള ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ പുറത്ത് പോയി പഠിക്കുക അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ പോവുക ഇപ്പോൾ കുറച്ചുകൂടി ആളുകൾ സ്വീകാര്യത ഉള്ളൊരു സംഭവമാണ്. കാരണം നോർമലി CUT നമ്മളെല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയുള്ള കോച്ചിങ്ങുകളും മറ്റ് സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ എന്നാൽ പോലും ചില ആളുകൾക്കൊക്കെ ഒരു ഭയങ്കര ആശങ്കയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പെൺകുട്ടികളോ പുറത്തു പോയി പഠിക്കും. അപ്പോൾ നേരത്തെ നമ്മളെ പണ്ഡിതൻ CP ഉമർ സുല്ലമി പെൺകുട്ടി എഴുത്തും വായനയും പഠിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അവിടുന്ന് തുടങ്ങി നമ്മുടെ സമൂഹം ഇപ്പം രാജ്യത്തിൻ്റെ വിവിധ കലാലയങ്ങളിൽ, ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരുപാട് മുസ്ലിം പെൺകുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. അത്രത്തോളം നമ്മൾ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ചില ഇടങ്ങളിൽ തന്നെയെങ്കിലും നമ്മളിപ്പോൾ അങ്ങനെ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് പഠിക്കുന്ന സമയത്ത് ഒരുപാട് ആശങ്കകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സുഹാനക്ക് ഇപ്പോൾ ഇഫ്ലു പോലുള്ള ഒരു ക്യാമ്പസിൽ പഠിച്ചിറങ്ങിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അപ്പോൾ അത് സുഹാനനെ ഏതെങ്കിലും രൂപത്തിൽ മാറ്റിമറിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം അത്തരത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടിയായിട്ട് ആ ക്യാമ്പസിൽ സുഹാനനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് സുഹാനയ്ക്കുള്ള ഒരു അനുഭവം എന്തായിരുന്നു എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, പുറത്ത് പോയി പഠിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹിച്ച ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ആ ആഗ്രഹത്തോടൊപ്പം തന്നെ നമ്മൾ കേട്ട് പഴകിയ കുറേ കാര്യങ്ങളുണ്ട്. അതായത് പെൺകുട്ടികളൊന്നും പുറത്ത് പോയിക്കൂടാ, അല്ലെങ്കിൽ പുറത്ത് പോയി പഠിച്ചവർ പോയതൊരു കോലത്തിലും വന്നത് മറ്റൊരു കോലത്തിലായിരുന്നു, മതം വിട്ടവരെ, അങ്ങനെ പലതരത്തിൽ നമ്മളോട് നേരിട്ടും അല്ലാതെയും കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ അഡ്മിഷനൊക്കെ കിട്ടിയ സമയത്ത് സ്വാഭാവികമായിട്ടും ആ കൺസേൺ നമ്മളെ കൂടെ ഉള്ളവർക്ക്, നമ്മളെ ചുറ്റുള്ളവർക്ക്, നമ്മളെ പാരൻസിനൊക്കെ ഉണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കൺസേൺ ആയ ഒരാൾ ഞാൻ തന്നെ ആയിരുന്നു. കാരണം നമ്മൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മൾ പലതും ഫോളോ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ നാട്ടുകാരെന്ത് കാണൂലേ, നമ്മൾ ഇങ്ങനെ നടന്ന നാട്ടുകാർ കാണൂലേ, അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് കണ്ട എന്ത് വിചാരിക്കും, ആ ഒരു ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ ഒരു കോൺഷ്യസിലായിരിക്കും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുന്നുണ്ടാകുക. നമ്മൾ പുറത്ത് പോയി പഠിക്കുമ്പോൾ അറിയാത്തൊരു സ്ഥലം, ഞാൻ അവിടെ എങ്ങനെ നടന്നാൽ ചിലപ്പോൾ എൻ്റെ അപ്പ അറിയില്ല, എൻ്റെ അമ്മ അറിയില്ല. ഒരു ഫ്രീ വില്ല് കിട്ടിയ പോലെയാണ്, എങ്ങനെ നമുക്ക് നടക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ കൺസേൺ ആയത് ഞാൻ തന്നെയാണ്. ഞാൻ ഹൈദരാബാദിലേക്ക് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പഠിച്ചവനോട് കൂടുതൽ പ്രാർത്ഥിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, എൻ്റെ ഹൃദയത്തെ നീ മാറ്റി മറിക്കരുതേ എന്ന് പഠിച്ചോണ്ട് ഞാൻ കുറേ തവണ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല കൂട്ടുകെട്ടുള്ള റബ്ബ് എനിക്ക് തരണേത് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചൊരു കാര്യമായിരുന്നു. നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ എത്തിയപ്പോൾ മനസ്സിലായത് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ളൊരു മനോഭാവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കാരണം നമ്മളൊരു ക്യാമ്പസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ ഒന്നെങ്കിലും പല സംസ്ഥാനങ്ങളിലുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ടാവും. അവരൊക്കെ അവരുടെ കൾച്ചറും അവരുടെ ഐഡിയോളജി, അവരുടെ ബിലീഫ് ഇതൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെയാണ് ഞാനും. അതായത് അവരവരുടെ ഐഡൻറ്റിറ്റിയിൽ അഭിമാനം കൊള്ളുമ്പോൾ എന്തുകൊണ്ട് പടച്ച റബ്ബ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ഞാൻ എന്തിനു മടിക്കണം? ഞാൻ അതിൽ അവരെക്കാളും കൂടുതൽ അഭിമാനത്തോടു കൂടി അതിനെ ചേർത്ത് പിടിക്കല്ലേ ചെയ്യേണ്ടതെന്നൊരു സാധനം എനിക്ക് അവിടെ നിന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള ഒരു ക്യാമ്പസിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും ഇൻഫീരിയർ അല്ല അവരെ മുന്നിൽ. ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമുക്ക് അവിടെ ആവശ്യമില്ല. ഒരു സദസ്സിൽ ചിലപ്പോൾ നമ്മൾ മാത്രമായിരിക്കും നമ്മളെ ഒരു വസ്ത്രധാരണയിൽ ഇരിക്കുന്നുണ്ടാവുക. ആ സമയത്തോ നമ്മളൊക്കെ അവരെക്കാൾ താഴ്ന്ന് ചിന്തിക്കാതെ നമ്മളിവിടെ എത്തി. കാരണം നമ്മൾ സമൂഹത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സമൂഹത്തിലൊരു സ്ത്രീ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു വലിയ ലിസ്റ്റ് നമ്മളെ മുന്നിലുണ്ടാവും, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ ഉമർ സുല്ലമി പറഞ്ഞ പോലെ പല കാര്യങ്ങളും പണ്ട് ഏതോ ഒരു ദുരുദ്ദേശത്തിൻ്റെ പുറത്ത് വന്ന കാര്യങ്ങളായിരിക്കും അതൊക്കെ. അതിന് കൂടുതൽ മനസ്സിലാക്കി അതല്ല ഇസ്ലാം, യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് വലിയൊരു ആശ്വാസം കിട്ടാണ്ട് അവിടെ. കാരണം നമുക്ക് വലിയധികം സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഈ ഒരു കൾച്ചറിനെ ഫോളോ ചെയ്യുമ്പോൾ എന്താ, നമ്മളെ പല സാധ്യതകളും നമ്മളവിടെ ഇല്ലാതാക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആദ്യം നമ്മൾ ഐഡൻറ്റിറ്റിയിൽ വിശ്വസിക്കുക, നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, പിന്നെ കൂടുതലായിട്ട് ഇസ്ലാമിനെ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ക്യാമ്പസ് ലൈഫ് എന്ന് പറയുമ്പോൾ അതിനൊപ്പം ചേർത്ത് പറയുന്ന ഒന്നാണ് വൈബ്, അല്ലേ? പക്ഷെ എല്ലാ വൈബുകളും നമുക്ക് പറ്റുമോ? ഇല്ല. അത് ചില വൈബൊന്നും മാറി നിൽക്കേണ്ടത് തന്നെ ഉണ്ട്. പക്ഷെ നമ്മളെ ഒപ്പമുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മൾ പിയർ പ്രഷർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മാറി നിൽക്കാൻ പ്രയാസമാവും, സ്വാഭാവികമാണ്. പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് കുറച്ച് എഫേർട്ട് നമ്മൾ എടുക്കാണ്ട്. ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്, ഹൈദരാബാദാണ്. ഒട്ടുമിക്ക ക്യാമ്പസിൽ നമ്മൾ ഇസ്ലാഹി സംഘടനകളുണ്ട്.
അതിൻ്റെ ഒക്കെ ഒരു പാർട്ടാവുക. അത് പാർട്ടാവുന്നതോടൊപ്പം നമ്മളൊപ്പമുള്ള ആൾക്കാർ നമ്മൾ അറിയിക്കുക എന്ത് ഒരു കോൺഷ്യസ് എഫേർട്ട് തന്നെ നിങ്ങൾ എടുക്കുക. അത് നമ്മൾ ഇതിൻ്റെ ഭാഗമാണ്, നമ്മളിതൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്ന് വെറുതെ സ്റ്റാറ്റസിലോ സ്റ്റോറിയിലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ എങ്ങോട്ടാ പോകണം ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇസ്ലാമിൻ്റെ മീറ്റിംഗ് ഉണ്ട്, അങ്ങനെ ഒരു 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 എഫേർട്ട് എടുത്തിട്ട് നമ്മൾ അറിയിക്കുക അവരെ, ഇൻഡയറക്റ്റ്ലി നമ്മൾ അറിയിക്കുക നമ്മളിതൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്ന്. അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ പിന്നെ നമുക്ക് പങ്കെടുക്കാൻ പറ്റാത്ത പല പ്രോഗ്രാംസ് നമ്മൾ ക്യാമ്പസിലുണ്ടാവും. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ നിർബന്ധിക്കും, ഒരു വട്ടമൊക്കെ ചിലപ്പോൾ നിർബന്ധിച്ചു, രണ്ടാമത്തെ ഒരു ഫോർമാലിറ്റികൾ നിർബന്ധിക്കും, പിന്നീട് അവളെ നമ്മൾ വിളിക്കൂല, കാരണം അവർക്കറിയാം നമ്മൾ ഇതിന് പോകൂല എന്നുള്ളത്. അത് നമ്മൾ ഹിജാബിൻ്റെ കാര്യം നമ്മൾ പറയാറില്ലേ, എന്താണ് ഹിജാബ് ഒരു ഐഡൻറ്റിറ്റിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിത് ധരിക്കുമ്പോൾ നമ്മളെ കാണുന്നവരെ നമ്മൾ മനസ്സിലാക്കും, അതോടൊപ്പം തന്നെ ഒരു സെൽഫ് റിയലൈസേഷൻ കൂടി നമുക്ക് കിട്ടണം. എന്ത് ബാക്കിയുള്ളവരെ പോലെയല്ല ഞാൻ ഒരു പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ബാക്കിയുള്ളവർ ഫോളോ ചെയ്യണ പോലെയല്ല, അല്ലെങ്കിൽ അവർ നടക്കുന്ന പോലെയല്ല ഞാൻ നടക്കേണ്ടതെന്നൊരു റിയലൈസേഷൻ നമുക്ക് ഹിജാബിലൂടെ കിട്ടുമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു കൾച്ചറിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇസ്ലാഹി സംഘടനയുടെ ഭാഗമാകുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത്. നമ്മൾ നല്ല കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക, നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ അരാഷ്ട്രീയവാദത്തിനെതിരെ അല്ലെങ്കിൽ പൊതുവായ കാര്യങ്ങൾക്കൊക്കെ നിലപാടെടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ വിട്ടുപോകുന്നൊരു കാര്യമാണ് നമ്മൾ ഇസ്ലാമികപരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിലെ നമ്മുടെ നിലപാടുകൾ എത്രത്തോളം ഉറച്ചതാണെന്ന്. അത് ഉറച്ചാൽ അല്ലെങ്കിൽ അത് അത്രത്തോളം ദൃഢമാണെങ്കിൽ നമ്മൾ ഒന്നിനെയും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്തും മറ്റനേക രംഗത്തും നമ്മൾ സ്ത്രീകളുടെ പ്രാതിനിധ്യം അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം അവിടെ ഉണ്ട്. അവിടെ നമ്മളൊരു പ്രാതിനിധ്യം അവിടെ ഉറപ്പാക്കുക തന്നെ ചെയ്യണം. അതിനുള്ള എല്ലാ അവസരങ്ങളും ഇസ്ലാം നമുക്ക് നൽകുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, മുസ്ലിം പെൺകുട്ടികളുടെ തട്ടമഴിക്കലാണ് നമ്മളിപ്പോഴത്തെ കേരളത്തിലെ നമ്മളെ പുരോഗമനമായിട്ട് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു മുസ്ലിം പെൺകുട്ടി തട്ടമഴിച്ചു കഴിഞ്ഞാൽ അവൾ ഭയങ്കര പുരോഗമനത്തിൻ്റെ ആളായി എന്ന് പറയുന്നിടത്താണ് സുഹാനനെ പോലെയുള്ള ആളുകൾ നമുക്ക് മാതൃകയാവേണ്ടത്. കാരണം ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റികളിലുമൊക്കെ തന്നെ നമ്മളായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു സ്പേസ് തരാൻ മാത്രം പാകതയുള്ള ഒരു വിദ്യാർത്ഥി സമൂഹമാണ് എന്നാണ് എൻ്റെയും ഒരു മനസ്സിലാക്കൽ. കാരണം പലപ്പോഴും നമുക്ക് സുഹാന പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് നമ്മൾ അതിലേക്ക് ഇട്ടിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. അത് നമുക്ക് നമ്മളെ ഐഡൻറ്റിറ്റി, ഇപ്പം ഞാനൊരു IGM-കാരിയാണ് അല്ലെങ്കിൽ ഞാനൊരു MSM-കാരനാണ് എന്ന് നമ്മളെ കുട്ടികൾക്ക് ക്യാമ്പസിൽ പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവർ ഉൾക്കൊള്ളും, അവരത് മനസ്സിലാക്കും. പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്ന വിശ്വാസങ്ങളെയും അനുഷ്ഠാനങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യുന്ന വലിയൊരു സമൂഹം അല്ലെങ്കിൽ വലിയൊരു വിദ്യാർത്ഥി സമൂഹം നമ്മുടെ ക്യാമ്പസുകളിലുണ്ട്. അപ്പം അത്തരത്തിലുള്ള പോസിറ്റീവായ ഒരുപാട് സാഹചര്യങ്ങളെ മുൻനിർത്തി നമുക്കാണ് ആദ്യം ഒരു അഭിമാന ബോധം വേണ്ടത്. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ അനുഷ്ഠിക്കുന്ന ഈ കാര്യം അതെൻ്റെ അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്, അപ്പം ഞാനിത് ഫോളോ ചെയ്യുന്നാൽ എനിക്ക് നഷ്ടമൊന്നുമില്ല എന്നുള്ളൊരു ബോധ്യം നമുക്ക് ആദ്യം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് അഭിമാന ബോധത്തോടു കൂടി ഇത് ഷെയർ ചെയ്യാനും അവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും. തീർച്ചയാണ് പലർക്കും അങ്ങനത്തെ ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. നമ്മളത് തുറന്ന് പറയാനുള്ള ഒരു ധൈര്യം നമ്മൾ കാണിക്കുക. അള്ളാഹുവിൻ്റെ ഒരു സഹായം നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ ഉറപ്പാണ്, നമുക്ക് ഉറപ്പായിട്ടും അത് വിശ്വസിക്കാം. അപ്പോൾ നമുക്ക് സുഹാന സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം വിദ്യാർത്ഥിനികളുടെ പ്രാതിനിധ്യം ആവശ്യമായിട്ടുള്ള ഒരുപാട് ഇടങ്ങളുണ്ട്. അവിടേക്കൊക്കെ നമുക്ക് എത്തിച്ചേരാൻ നമ്മളെ ഐഡൻറ്റിറ്റിയോ നമ്മളെ വസ്ത്രധാരണമോ നമ്മളെ വിശ്വാസമോ ഒന്നും തടസ്സമല്ല. നമ്മൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതേ ഉള്ളൂ എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അത്തരത്തിൽ വിജയിക്കുന്ന മുസ്ലിം സമുദായത്തെ, നമ്മുടെ സമൂഹത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുന്ന വിദ്യാർത്ഥിനികളായിട്ട് മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് കൂടി ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്.